സതീശന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു അവസ്ഥയിലാണ് സതീശൻ നിൽക്കുന്നത്. ജയിച്ചു കഴിഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി എന്നുള്ള ഗതികേടിൽ സതീശൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ വരെ ചിന്തിച്ചു തുടങ്ങി സതീശൻ. ഇപ്പോൾ എന്ത് അനാവശ്യ ആരോപണം ഉന്നയിച്ചാലും അതിനൊക്കെ കൃത്യമായ മറുപടി, വ്യക്തതയുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സതീശന്റെ നമ്പറുകൾ ഒന്നും സർക്കാരിന്റെ അടുത്ത് ഏൽക്കുന്നില്ല. പാതിവില തട്ടിപ്പിലെ ചർച്ച ഒഴിവാക്കാൻ സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയും നിലവിട്ട് പെരുമാറി സഭാ നടപടികളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ തന്നെയാണ് സഭാ നടപടി അലങ്കോലമാക്കിയത്. പാതിവില തട്ടിപ്പ് സംബന്ധിച്ച സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി പറയും മുമ്പാണ് ഈ പ്രതിഷേധം. തട്ടിപ്പിലെ കോൺഗ്രസ് ബന്ധം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ മറുപടി പൊള്ളിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് സതീശനും കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബജറ്റ്, കിഫ്ബി വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയ ആക്ഷേപങ്ങൾ ബുധനാഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കിയതിന്റെ ജാള്യതയിലാണ് പ്രതിപക്ഷം വ്യാഴാഴ്ച സഭയിൽ എത്തിയത് തന്നെ. കഴിഞ്ഞ ദിവസം ധനമന്ത്രി വിശദമായി മറുപടി പറഞ്ഞ SC/ST ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ള ആക്ഷേപമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപേക്ഷമായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ ആരോപണം മന്ത്രിമാരായ KN ബാലഗോപാലും OR കേളുവും പൊളിച്ചടുക്കുക തന്നെയായിരുന്നു. തുടർന്ന് നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലവിട്ട് പെരുമാറിയിരിക്കുന്നത്. ബുധനാഴ്ച സ്പീക്കറോട് തട്ടിക്കയറിയ പ്രതിപക്ഷ നേതാവ് വ്യാഴാഴ്ച ഒരു പടി കൂടി കടന്ന് ഭീഷണി തന്നെ മുഴക്കുകയായിരുന്നു. തന്നെ നിയന്ത്രിക്കാൻ സ്പീക്കറെ അനുവദിക്കില്ല എന്നും സഭ നടത്തിക്കൊണ്ടു പോകില്ല എന്നുമൊക്കെയായിരുന്നു ഭീഷണി. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ മുന്നിലെത്തി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. വാക്കൌട്ട് പ്രസംഗം 9 മിനിറ്റ് ആയി എന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചതാണ് സതീശനെ ചൊടിപ്പിച്ച കാര്യം. നിങ്ങളുടെ ഔദാര്യം ഒന്നുമല്ല എന്ന് എന്റെ അവകാശം എന്നൊക്കെയായിരുന്നു സതീശന്റെ മറുപടി. സ്പീക്കർ നീതി പാലിക്കുക എന്നെഴുതിയ മുൻകൂട്ടി കരുതിയ ബാനർ ഉയർത്തുകയായിരുന്നു ബഹളം. തുടർന്ന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാൻ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിൽ ഉണ്ടായില്ല. ഭരണപക്ഷ അംഗങ്ങൾ സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതായതോടെ ബജറ്റിലേക്കുള്ള ഉപധന്യാഭ്യർത്ഥനകൾ പാസാക്കിയും 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്കും വിട്ട് സഭ പിരിയുകയാണ് എന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു.